ദീന് പഠിക്കുന്ന നിങ്ങളുടെ സ്ഥിതി ഇതാണെങ്കിൽ നിങ്ങൾ വളർത്തുന്ന ഈ ഒരു സമൂഹത്തിന്റെ അവസ്ഥാവിശേഷം എന്താണ്? നിങ്ങൾ ഒന്നാലോചിച്ചു നോക്കി. നിങ്ങളെ കണ്ടിട്ട് ഞാൻ ദയവ് ചെയ്ത് ഇവിടുത്തെ സുന്നി സമൂഹത്തോട്, നിങ്ങൾ പള്ളി ദർസിൽ കുട്ടികളെ കൊണ്ടാക്കരുത്. നിങ്ങൾ ഇത്തരം ആളുകൾ പഠിപ്പിക്കുന്നിടത്ത് നിങ്ങളുടെ മക്കളെ കൊണ്ടുപോകല്ലേ. സ്നേഹത്തോടു കൂടിയാ പറയുന്നത്. കാരണം ഞങ്ങൾക്കറിയോ, കഴിഞ്ഞ 5 ദിവസങ്ങൾക്കും ഉണ്ടായ ഒരു സംഭവം. 5 പിഞ്ചു പൈതങ്ങൾ സ്ഥിരമായി അവിടെ ചേലൂർ പ്രദേശത്ത് നിന്ന് സ്കൂൾ വിട്ടിങ്ങനെ വരും. അസർ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അസ്സലാമു അലൈക്കും എന്ന പിഞ്ചു പൈതലിനോട്, അതിലേറ്റവും ചെറിയൊരു മോൻ, ഏറി വന്നാൽ 6 or 7 വയസ്സുണ്ടാവും, അവൻ തിരിഞ്ഞു നിന്നിട്ട് വിളിക്കുന്നു, ഓന്റെ ഒരു സലാം. ജി പോയിട്ട് ബാലനോട് സലാം പറഞ്ഞടോ, മൊയ്തീൻ ശൈഖിനെ കുറ്റം പറഞ്ഞവനല്ല ഈ, ഓന്റെ ഒരു ഇളി എന്ന് പ്രായത്തെ മാനിക്കാതെ. ഏത് എന്റെ 3ാമത്തെ മകളുടെ പ്രായമുള്ള ഒരു പയ്യൻ വെള്ളത്തൊപ്പി ധരിച്ചിരിക്കുന്നു, വെള്ളക്കുപ്പായമിട്ടിരിക്കുന്നു, നരിയാണിയുടെ മേലെ തുണി ഉടുത്തിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ഏതാണ് ഈ സമുദായം? ആരാണ് അവരെ വളർത്തുന്നത്? ആലോചിച്ചേ, എന്താണ് ഈ ശത്രുത? സലാം പറഞ്ഞിട്ട് മടക്കുന്നില്ല. നിങ്ങൾക്കറിയാലോ, ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഇവിടെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരാണ്. മുസ്ലിങ്ങളെല്ലാം മുഖ്മിനുകളല്ല. ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. കാലത്തിൽ അറാബികൾ വന്നു, അവർ പറഞ്ഞു ഞങ്ങൾ മുഖ്മിനായിട്ടുണ്ട്. അല്ല പറയാൻ മുഖ്മിനായി എന്ന് പറയണ്ട, മുസ്ലിമായി എന്ന് പറഞ്ഞോ കുഴപ്പമില്ല, എല്ലാ ആനുകൂല്യവും കിട്ടും. മുസ്ലിമിന്റെ എല്ലാ ആനുകൂല്യവും കിട്ടും. മുസ്ലിങ്ങൾക്ക് പരസ്പരം സലാം പറയാം, അത് സുന്നിയായാലും മുജാഹിദായാലും. ഇനി ഇങ്ങനെ തന്നെ ആലോചിച്ച് നോക്കൂ. അസ്സലാമു അലൈക്കും എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? മോനെ, അള്ളാന്റെ രക്ഷ നിനക്കുണ്ടാവട്ടെ. അത് വേണ്ടേ പി സുന്നിക്ക്? നിങ്ങൾക്ക് വേണ്ടല്ലോ അല്ലേ മൊയ്തീൻ ശൈഖ് രക്ഷിക്കുന്നു വിചാരിക്കുന്ന നമുക്ക് എന്തിന് അള്ളാന്റെ സഹായം അല്ലേ? ആലോചിച്ചു നോക്കണം നിങ്ങൾ, ചിന്തിച്ചു നോക്കണം നിങ്ങൾ. മോനെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു മുസ്ലിമിന്റെ ബാധ്യതയാത്. റസൂലുള്ളാഹി പറയാണെന്ത്? റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഏറ്റവും നല്ല ഇസ്ലാം ഏതാണ്? നബി പറഞ്ഞു, എന്ത്? പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുക, പരിചയമുള്ളവനോട് ഇല്ലാത്തവനോട് സലാം പറയാ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ബാലുശ്ശേരി എന്ന് പറയുന്ന 80 കൊല്ലത്തിന്റെ മുജാഹിദ് പാരമ്പര്യമുള്ളൊരു മണ്ണിൽ നിന്ന് ബാപ്പയും ഉമ്മയും സഹോദരങ്ങളും അനുജത്തിമാരും ചേട്ടത്തിമാരും മൂത്താപ്പ എളാപ്പ മക്കളും നാട്ടുകാരും അമ്മായിയും മക്കളും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഞാൻ വളർന്ന നാടും അതൊക്കെ വിട്ട് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയിലെ ചേരൂരിൽ നിങ്ങളെ അതിഥികളായി സ്വീകരിച്ചു വന്ന അതിഥിയോട് പെരുമാറേണ്ട മര്യാദ പോലും പള്ളി ദർസിൽ പഠിപ്പിക്കുന്നവർക്കില്ലെങ്കിൽ മാനവികത ഉണർത്തുന്ന നിങ്ങളോട് നിങ്ങൾ മനുഷ്യരാകൂ, നിങ്ങൾ മാനവികത ഉള്ളവരാകൂ. നിങ്ങളുടെ ഉസ്താദുമാർക്ക് മനുഷ്യത്വത്തിന്റെ ബാലപാഠം പഠിപ്പിച്ചു കൊടുക്കൂ എന്ന് വിനീതമായി ഞാൻ ഇവിടുന്ന് പറയാൻ. ഇനി മാനവികത ഉണർത്തുക എന്നത് സുന്നി സമൂഹത്തെ ഉദ്ദേശിച്ച് നേതാവിന് തോന്നിയ കുറ്റബോധമാണെങ്കിൽ, അതായത് ഞാൻ വളർത്തെടുത്ത ജനത മാനവികത എന്ന് പറയുന്നത് തൊട്ടു തീണ്ടാത്തവരാണ് എന്ന ബോധ്യമാണെങ്കിൽ സ്വാഗതം 1000 വട്ടം. അതല്ല, പൊതുജനങ്ങൾക്ക് മാനവികത ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ വകുപ്പില്ല ഉസ്താദ്, നിങ്ങൾക്ക് വകുപ്പില്ല, നിങ്ങൾക്കതിനുള്ള അവകാശമില്ല. കൊന്നും കൊലവിളി നടത്തിയും വെട്ടി നിരത്തിയും ടൈഗർ ഫോഴ്സ് രൂപീകരിച്ചും അതുപോലെ തന്നെ പല പേരിലും ജമിയത്തുൽ ഇഹ്സാനിയ രൂപീകരിച്ചും കൈവട്ടിയും കൊന്നും ദിക്ർ ചൊല്ലിയും തീവ്രവാദത്തിന്റെ വിത്തുകൾ പാകിയും സ്റ്റേജ് കയ്യേറിയും മഹല്ലുകളിൽ ഫിത്ന ഉണ്ടാക്കിയും ജീവിച്ച നിങ്ങൾക്കില്ല ഉസ്താദ് അതിനുള്ള പാരമ്പര്യം, നിങ്ങൾക്കില്ല ഉസ്താദ് അങ്ങനെ ഒരു സമൂഹത്തെ വളർത്താനുള്ള പാരമ്പര്യം, നിങ്ങൾക്കില്ല ഉസ്താദ് കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് അങ്ങ് തിരുവനന്തപുരത്തിന്റെ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന പച്ചപ്പൻ കൈരളിയിൽ ഇത് പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല ഉസ്താദ്. നിങ്ങളൊരു വീണ്ടു വിചാരത്തിന് തയ്യാറാകണം ഉസ്താദ്. ഭീമാപ്പള്ളിയിൽ 27 കുടുംബങ്ങളെ ഊരുവലക്കി തലയിൽ വളർന്ന മുടിവെട്ടാൻ സ്വാതന്ത്ര്യം കൊടുക്കാത്ത സ്വന്തം ഉമ്മാന്റെ മയ്യത്ത് നിസ്കരിച്ച മകനെ പിടിച്ചടിച്ച് കഴിഞ്ഞ ദിവസം സ്വന്തം ഉമ്മാന്റെ മയ്യത്ത് സുന്നി പള്ളിയിലെ പ്രസിഡന്റിന്റെ ഭാര്യ മരിച്ച് ആ പ്രസിഡന്റിന്റെ 2 മക്കളിൽ ഒരാള് മുജാഹിദും ഒരാള് സുന്നിയും. സുന്നിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ അറിയില്ല. ഗൾഫിൽ നിന്ന് വന്ന മുജാഹിദായ മകൻ മയ്യത്ത് നിസ്കരിക്കാൻ, ആരുടെ മയ്യത്ത്? നാട്ടുകാരുടെ മയ്യത്തല്ല, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മയ്യത്തല്ല, 10 മാസം നൊന്ത് പ്രസവിച്ച് വളർത്തിയ മാതാവിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ നിന്ന സഹോദരനെ കോളറ പിടിച്ചു വലിച്ച് AP സുന്നികളുടെ ശൗര്യം കാണിച്ച് മയ്യത്തിന്റെ മുമ്പിൽ വെച്ച് പള്ളിയിൽ വെച്ച് നരനായാട്ട് നടത്തിയ നിങ്ങൾക്കില്ല ഉസ്താദ് മാനവികത പറയാനുള്ള അവകാശം, നിങ്ങൾക്കില്ല ഉസ്താദ് മാനവികതയെ വിളംബരം ചെയ്യാനുള്ള അവകാശം. അതല്ല ചെയ്തു കൂട്ടിയ പാപക്കറകൾ കഴുകിക്കളയാനും, അതല്ല മുജാഹിദ് പ്രസ്ഥാനം ഭീകരവാദികളാണെന്ന് പറഞ്ഞ് ആളുകളുടെ കയ്യടി കിട്ടാനാണെങ്കിൽ ലോകം വിലയിരുത്തിയിട്ടുണ്ട് ഉസ്താദ്
നിങ്ങളുടെ നടപടിക്രമങ്ങൾ നിങ്ങൾ ആലോചിച്ച്. സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് പങ്കെടുത്തവനെ കൊണ്ട് 250 രൂപ പേടപ്പിച്ചത് അങ്ങ് ഇന്തോനേഷ്യയിലല്ല, ഇറാഖിലല്ല, ഫലസ്തീനിലല്ല, ചെച്നിയയിലല്ല, കോസ്റോവയിലല്ല, ലബനാനിലല്ല. പ്രിയപ്പെട്ടവരെ, സാംസ്കാരിക കേരളം എന്ന് വിളിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മൂക്കിൻ്റെതായ ഭീമാപള്ളിയുടെ മണ്ണിലാണ് എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഉസ്താദ്, നിങ്ങൾക്ക് അവകാശമില്ല മാനവികത ഉണർത്താൻ. പാല് വിറ്റ് ജീവിച്ച പാൽക്കാരന്റെ പാൽപാത്രത്തെ ചവിട്ടി താഴെയിട്ട് അവനോട് പാല് വാങ്ങാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നവനെ പോലും എങ്ങനെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഒരു മുജാഹിദായ പാൽക്കാരനോട് പാല് വാങ്ങിയാൽ അതിന്റെ പേരിൽ അവനെപ്പോലും പള്ളിമഹല്ലുകളിൽ നിന്ന് അംഗത്വം വിച്ഛേദിച്ച് കോടതി വരാന്തകളിൽ അതുപോലെ തന്നെ പലയിടങ്ങളിലും നിങ്ങൾ പറഞ്ഞില്ലേ ഉസ്താദ്, നിങ്ങളുടെ അനുയായികളെ കൊണ്ട് പറയിപ്പിച്ചില്ല ഉസ്താദ് മുജാഹിദുകൾ ഭീകരവാദികളാണെന്ന്. പരിശുദ്ധ റമദാനിന്റെ സുന്ദര രാത്രിയിൽ മുജാഹിദുകളുടെ വീട്ടിൽ വെച്ച് തറാവീഹ് നിസ്കരിച്ച മുജാഹിദുകളുടെ തലക്ക് ഇരുമ്പ് ദണ്ട് കൊണ്ടടിച്ച് അവിടെ തലച്ചോറ് പുറത്തു ചാടുമാറ് അവരാക്രമിച്ചവരെ ഗുണ്ടകളെന്നല്ലാതെ സാംസ്കാരിക നായകന്മാരെന്ന് വിളിക്കാൻ ആണും പെണ്ണും കേട്ട ശിഖണ്ഡിയല്ല മുജാഹിദ് ബാലുശ്ശേരി എന്നതും അവിടെ ഭീമാപള്ളിക്കാർ തിരിച്ചറിയട്ടെ. ഈ കേസറ്റ് നാളെ മനുഷ്യന്റെ മനസ്സുകളിൽ എത്തുമ്പോൾ അറിയുക, അള്ളാഹുവിന്റെ വായു ശ്വസിച്ച് അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച് അള്ളാഹുവിന്റെ ഭൂമിയിൽ ഭയപ്പെടില്ലടോ ഒരുത്തനെയും എന്ന പ്രഖ്യാപനമാണ് അമ്പിയാക്കളുടെ പ്രഖ്യാപനം. സത്യത്തിന്റെ സുന്ദരമായ ഭൂമികയിൽ നിന്ന് പാവപ്പെട്ടവനെ ചതിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കിയ ദന്തഗോപുരങ്ങളിൽ, അംഗീകാരങ്ങളിൽ, സമ്പന്നതകളിൽ വിരാജിച്ച് നാടും നഗരവും ഇളക്കി മറിച്ച് ബോർഡ് വിപ്ലവങ്ങളും നടത്തി മനുഷ്യന്റെ മനസ്സിൽ നഷ്ടപ്പെട്ട പ്രതിച്ഛായും വീണ്ടെടുക്കാമെന്ന് വിചാരിച്ച് മാനവികത പറയുന്നവരോട് നിങ്ങൾക്കില്ല ഉസ്താദ്, നിങ്ങൾക്ക് അവകാശമില്ല ഉസ്താദ് മാനവികത ഉണർത്താൻ. ഇല്ല. ബലിപെരുന്നാളിന്റെ സുദിനത്തിൽ ബലിമൃഗത്തെ അറക്കേണ്ടതിന് പകരം ഈ കെ സുന്നിയെ കൊന്നൊടുക്കിയ പിണങ്ങോടിന്റെ മണ്ണിൽ ഈ മാനവികത പറയാൻ ധൈര്യമുണ്ടോ ഉസ്താദ്? അതുപോലെ തന്നെ തന്റെ വിശ്വാസത്തിനെതിരെ ശബ്ദിച്ചു എന്ന കാരണം കൊണ്ട് പൗരാവകാശമനുസരിച്ച് അവനവൻ വിശ്വസിക്കുന്ന ആദർശത്തെ പറഞ്ഞതിന്റെ പേരിൽ അങ്ങനെ ഒരു മനുഷ്യനെ എവിടെ കൊണ്ടുപോയ ആ ബോഡിയുടെ അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി വെച്ചു എന്ന് പോലും പറയാനാവാത്ത വിധം ചട്ടമ്പികളെ കൊണ്ട് കൊന്നൊടുക്കിച്ച നിങ്ങൾക്കില്ല ഉസ്താദ് മാനവികത ഉണർത്താനുള്ള അവകാശം നിങ്ങൾക്കില്ല. തീർന്നില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരനെയും മുജാഹിദ് പ്രവർത്തകനെയും തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ച ഈ ജമിയത്തുൽ ഇഹ്സാനിയ എന്ന് പറയുന്ന സംഘടനയെ നയിച്ച നിങ്ങൾക്കില്ല ഉസ്താദ് മാനവികത പറയാൻ. കണ്ണൂർ സിറ്റിയിലെ പള്ളി തകർത്ത് തരിപ്പണമാക്കുന്നതിൽ പങ്കെടുത്ത സഫാസ് എന്ന് പറയുന്ന വിയൂർ ജയിലിൽ കഴിയുന്ന തീവ്രവാദി എന്ന് കോടതി തെളിയിച്ച ആ സഫാസിന് ടൈഗർ സുന്നിയിൽ മെമ്പർഷിപ്പ് കൊടുത്ത നിങ്ങൾക്കില്ല ഉസ്താദ് മാനവികത പറയാനുള്ള അവകാശം. എന്തിനധികം തടിയന്റെ വട നസീർ ടൈഗർ വോയിസ് പ്രവർത്തകനായിരുന്നെന്ന പത്ര കട്ടിങ്ങുകളാണ് എന്റെ കൈകളിലുള്ളത്. നിങ്ങൾക്കില്ല ഉസ്താദ് നസീറിന് തീവ്രവാദത്തിന്റെ ബാലപാഠം പഠിപ്പിക്കുകയും പിന്നീട് അവനെ വെച്ച് ടൈഗർ സുന്നി വേദികളിൽ ക്ലാസ് എടുപ്പിക്കുകയും ചെയ്ത നിങ്ങൾക്കില്ല ഉസ്താദ് മാനവികത പറയാനുള്ള അവകാശം. തീർന്നില്ല. അബ്ദുൽ നാസർ മഅദനിയെ കൊണ്ട് തീവ്രവാദ സംരംഭങ്ങളെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ച നിങ്ങൾക്കില്ല ഉസ്താദ് മാനവികത പറയാനുള്ള അവകാശം. അതുകൊണ്ട് തന്നെ കേരളക്കരയിൽ നടത്തുന്ന മാനവികത എന്ന ഈ പൊറാട്ട് നാടകമുണ്ടല്ലോ, അത് രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, ലബനാനി പെണ്ണിന്റെ മുടിയോ അല്ലെങ്കിൽ ജാലിയൻ ബാലന്റെ മുടിയോ ക്ലിക്ക് ചെയ്യാതെ പോയ കേരളത്തിന്റെ മണ്ണിൽ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ രണ്ട് മുജാഹിദുകളെ ഭീകരവാദികളാക്കി ചിത്രീകരിക്കാൻ നടക്കില്ല ഉസ്താദ്. 1992 ബാബരി മസ്ജിദിന്റെ തായിക കുടങ്ങൾ ഒന്നൊന്നായി തല്ലിത്തകർത്ത് ഇന്ത്യയുടെ മതേതരത്വത്തിന് കത്തിവെച്ച ഡിസംബർ 6 മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന സമ്മേളനം നടത്തിയ ഞങ്ങളുടെ സമ്മേളന മൈതാനത്തിന്റെ കോട്ട മൈതാനത്തിന്റെ കേന്ദ്രത്തിൽ കാരന്തൂർ മർക്കസിന്റെ മുമ്പിലെ പ്രസിൽ നിന്ന് രാമനും സീതയും ദൈവമല്ല, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, മുജാഹിദ് സമ്മേളനം എന്ന പോസ്റ്റർ എഴുതി ഹിന്ദുവിനെ കൊണ്ടും മുസ്ലിം മുജാഹിദിനെ കൊണ്ടും തല്ലിക്കാൻ ശ്രമിച്ച നിങ്ങൾക്കില്ല ഉസ്താദ് മാനവികത പറയാനുള്ള അവകാശം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ AP സുന്നികളെ വിട്ട് മർക്കസിലെ സഖാവിമാരെ വിട്ട് നേതൃത്വം നൽകി സ്റ്റേജ് കയ്യേറ്റം നടത്തുന്ന പൊറാട്ട് നാടകത്തിന് നേതൃത്വം നൽകുന്ന നിങ്ങൾക്കില്ല ഉസ്താദ് മാനവികത പറയാനുള്ള അവകാശം. മുജാഹിദുകളുടെ പ്രസംഗവേദികൾ കൂക്കുവിളിച്ചും കയ്യേറിയും
കല്ലെറിഞ്ഞും തലക്കെറിഞ്ഞു പൊട്ടിച്ചും അതുപോലെ സ്റ്റേജുകൾ പൊളിച്ചും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവരെ ഭീഷണിപ്പെടുത്തി ഞങ്ങളുടെ പെർമിഷൻ കട്ട് ചെയ്തും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ മൗലികതയ്ക്ക് കടക്ക് കത്തിവെച്ച നിങ്ങൾക്കില്ല ഉസ്താദ് മാനവികത പറയാനുള്ള അവകാശം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീർഘമായി സംസാരിക്കാൻ പറ്റിയ ഒരാരോഗ്യാവസ്ഥയിലല്ല ഞാൻ. പക്ഷെ ഒന്നറിയുക, മരിക്കുന്നത് വരെ കൊക്കിൽ ജീവനുള്ള കാലത്തോളം ഈ ശബ്ദം കേരളത്തിന്റെ മണ്ണിൽ അലയൊഴിക്കലാണ് അല്ലാഹുവിന്റെ തീരുമാനമെങ്കിൽ അതിന് തടയിടാൻ, അതിനെ വെറുക്കാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്നുകൂടെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ ചൈത്രയാത്രയിൽ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചുപോയ ചപ്പുചണ്ടികളെ പോലെ അന്ധവിശ്വാസവും ശിർക്കും കുത്തിയൊലിച്ചപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന് അതേ ആയുധം കൊണ്ട് നേരിടാൻ ശ്രമിക്കുന്ന ചില ആളുകളോട് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, ശാന്തമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തിനുള്ളിൽ അതിനെ ഭിന്നിപ്പിച്ച്, അതിനെ നശിപ്പിച്ച് തൗഹീദി പ്രബോധനത്തിന് തടയിടാമെന്ന് ഇതിന്റെ എതിരാളികൾ നിങ്ങൾ സ്വപ്നം കാണുന്നുവെങ്കിൽ മടവൂരികളെ, നിങ്ങൾക്ക് തെറ്റിപ്പോയി. AP സുന്നികളെ, നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞങ്ങൾ ഉദ്ധരിക്കുന്ന ഖുർആനിക വചനത്തിന്റെ മുമ്പിൽ, ഞങ്ങൾ ഉദ്ധരിക്കുന്ന ചരിത്ര സംഭവങ്ങളുടെ മുമ്പിൽ, ഞങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിന്റെ മുമ്പിൽ, ഞങ്ങൾ തെളിവ് നിരത്തുന്നതിന് മുമ്പിൽ ഇല്ല പിടിച്ചു നിൽക്കാൻ 1000 ക്ലിപ്പിങ്ങൾക്ക് സാധ്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മുജാഹിദ് പ്രസ്ഥാനം അല്ലാഹുവിനോടുള്ള ഏകത്വത്തിന്റെ കാര്യത്തിൽ, അവനോടുള്ള പ്രാർത്ഥനയുടെ കാര്യത്തിൽ മായം ചേർത്തു എന്ന് പ്രഖ്യാപിക്കുന്നവരോട് ഇല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരു മെമ്പറെ ഈ സദസ്സിൽ കൊണ്ടുവന്ന് അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് പ്രാർത്ഥിക്കുന്ന ഒരു മുജാഹിദിനെ, അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് വിശ്വസിക്കുന്ന ഒരു മുജാഹിദിനെ ഹാജരാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ശത്രുവിന്റെ പരിചരണം കേട്ട് അത് ശരിയെന്ന് വിശ്വസിക്കുന്ന മുജാഹിദുകളിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും അറിയുക, മുജാഹിദുകളിൽ ഒരാൾക്കും ആ വാദമില്ല. അത് തെളിയിക്കാൻ രേഖകളില്ല, അത് പറയാൻ പ്രമാണങ്ങളില്ല. അത് പറയുന്ന പ്രസ്ഥാനമല്ല മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് നിങ്ങൾ അറിയുക, ഇതൊരു ആദർശ പ്രസ്ഥാനമാണ്. ഇവിടെ ഞാൻ മുസ്ലിങ്ങളോട് നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല. നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കേണ്ടവരാണ് നമ്മൾ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളോടുള്ള സമീപനം എന്ത്? അമുസ്ലിങ്ങളോട് ദീന് പരിചയപ്പെടുത്തുമ്പോൾ തായിഫിൽ ഏറ് കിട്ടിയപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു റസൂൽ എന്ന് പറഞ്ഞു. ഈ ചര്യ എവിടെ? AP സുന്നികൾ ഹൃദയത്തിൽ കൈവച്ച് ചിന്തിക്കുക. യുവാക്കളെ, നിങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് ഈ ഒരു സ്വഭാവമുണ്ടോ? മുജാഹിദുകൾ പിഴച്ചു എന്ന് നിങ്ങൾ വാദിക്കുന്നു. ആ പിഴച്ചവരോടുള്ള സമീപനം എന്താണ്? ആ പിഴച്ചവരോട് സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? നിങ്ങളുടെ അഭിപ്രായത്തിൽ മുജാഹിദുകളെ പിഴച്ചു എന്ന് നിങ്ങൾ പറയും എങ്കിൽ ആ മുജാഹിദുകളോട് പിഴക്കാത്ത നിങ്ങളുടെ സമീപനം എന്താ? നിങ്ങൾ പറയുന്നത് നിങ്ങൾ നബിയുടെ ആളുകളാണ്. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലൂടെ പോകുന്നവരെ നബി എത്ര പരിഹസിച്ചു, നബി എത്ര അപഹസിച്ചു, അവരെ എത്ര ചീത്ത പറഞ്ഞു, അവരെ എത്ര തെറി വിളിച്ചു. ആലോചിക്കണം. ഇത് ഞാൻ ഈ നാട്ടിലുള്ള ആളുകളോട് പറയും. നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ പള്ളി ദർസുകളിൽ കുട്ടികളെ എന്ത് പഠിപ്പിക്കുന്നു എന്നത് ഞാൻ ഗൗരവമായി വേദനയോടെ പറയും. അവരെ കണ്ടിട്ടൊരു തലമുറ അവിടെ വളരണം. അവര് പഠിപ്പിക്കുന്ന ഒരു കുട്ടികളെ നന്നാവണം. മോനെ, മുജാഹിദാണത്, അതൊക്കെ ശരിയാണ്. അവന്റെ വാദമുഖങ്ങളിൽ ഇസ്ലാമികമായി നമുക്ക് ഒരുപാട് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് എന്ന് നിങ്ങളുടെ വാദപ്രകാരം നിങ്ങൾക്ക് പറയാം. പക്ഷേ നമ്മൾ അവനെ വെറുക്കാൻ പാടില്ല. കാരണം അവനും വേണം ഹിദായത്ത്. ഇങ്ങനൊരു ചിന്ത, അത് മുജാഹിദിന് സുന്നിയെ കുറിച്ചുമുള്ള ചിന്ത, നമുക്കൊക്കെ ഉള്ള ചിന്ത അതാണ്. ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഉറക്കം നഷ്ടപ്പെട്ട ദിനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തിന്? ദുനിയാവിലെ 10 സെന്റ് നഷ്ടപ്പെട്ടതിന്റെ പേരിലല്ല. നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ വെള്ളക്കുപ്പായിടുമ്പോ അതിൻ്റെതായ ഒരു പവിത്രത ഉണ്ട്. താടി വെക്കുമ്പോ അതിൻ്റെതായ ഒരു പവിത്രത ഉണ്ട്. തൊപ്പിയിടുമ്പോ അതിൻ്റെതായ ഒരു പവിത്രത ഉണ്ട്. മനസ്സകത്ത് വെള്ളക്കുപ്പായം ധരിക്ക്, മനസ്സകത്ത് സംസ്കാരത്തെ സ്വീകരിക്ക്. അല്ലേ, ജൂതന്റെ വീട്ടിൽ പോലും പടയെങ്കിൽ പണയപ്പെടുത്തിയ റസൂലുള്ളാഹിനെ അറിഞ്ഞിട്ടില്ലേ നിങ്ങൾ? മനസ്സിലാക്കിയിട്ടില്ലേ നിങ്ങൾ? നബി ആരെ തെറി പറഞ്ഞു, നബി ആരെ ചീത്ത വിളിച്ചു, നബി ആരോട് അപമര്യാദയായി പെരുമാറി? ഒന്നിച്ചൊരു വേദിയിലിരിക്കാനോ ഒരു വീട്ടിലിരിക്കാനോ പോലും നമുക്ക് സാധിച്ചോ? തൊട്ടയൽപ്പക്കം നടക്കുന്ന ഒരു ഫംഗ്ഷനിൽ, ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞോ? AP മീക്കയും ഏത് ആളാണെങ്കിലും അറ്റ്ലീസ്റ്റ് സലാം പറയാൻ കഴിഞ്ഞോ? അള്ളാഹുവിന്റെ രക്ഷ നിനക്കുണ്ടാകട്ടെ സഹോദര എന്ന് പ്രാർത്ഥിച്ചിട്ട് മടക്കാൻ കഴിഞ്ഞോ? ഏതാണ് ഈ ദീൻ? ഏതാണ് ഈ മാനവികത? നല്ല രസമുണ്ട്. ഏത് മുടിപ്രശ്നത്തിൽ നിന്ദ്യനായി, ഇനി മാനവികതയിലോ? ഏത് മുടിപ്രശ്നം ഉന്നയിച്ചതിനോടുകൂടി 90% വെള്ളത്തിലായി, 10% ബാക്കിയുണ്ടായിരുന്നു. അത് ഈ മാനവികത എന്ന തലക്കെട്ടും കൂടി തെരഞ്ഞെടുത്തപ്പോ ഞാൻ ഏറെ ചിരിച്ചുപോയ ഒരു രംഗമുണ്ട്. ഈ മാനവികത എന്ന് തന്നെ തെരഞ്ഞെടുക്കാൻ ഒരു മീറ്റിംഗ് ഏതായാലും ഇവർ കൂടിയിട്ടുണ്ടാകുമല്ലോ, ഇവരെ സ്റ്റേറ്റ് ആസ്ഥാനത്ത്.
അന്ന് ഏത് വിദ്വാനായിരിക്കും ഇത് പറഞ്ഞത്? ആരും ചോദിച്ചില്ലേ മാനവികത എന്താ, മലയാള പദത്തിന്റെ അർത്ഥം എന്താന്ന്? അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മാനവികത എന്താ? ആ പദത്തിന്റെ അർത്ഥം വിശദീകരിച്ച് നിങ്ങളൊന്ന് പ്രസംഗിക്കും, എന്നിട്ട് ജനങ്ങളെ കൊണ്ടൊന്ന് ചോദ്യം ചോദിപ്പിക്കും. നാണം കെട്ടുപോകും, നാണം കെട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ചേലൂര് വന്നിട്ടൊരു ഹസനി ക്ലിപ്പിംഗ് ഇട്ട് ഇങ്ങനെ പ്രസംഗിക്കുക. ആ കൂട്ടത്ത് പറയാ മുജാഹിദ് ബാലുശ്ശേരിന്റെ വീട് കണ്ടോളി, കൊട്ടാരാന്നത കണ്ടോളി. നാട്ടുകാരെ ചോദിച്ചാൽ അല്ല നമുക്ക് കാക്ക, ഞങ്ങൾ ഈ നാട്ടുകൂടെ പോകുന്നവരല്ലേ, ഞങ്ങൾ കണ്ടിട്ടില്ലേ ബാലുശ്ശേരിന്റെ വീട്? എന്റെ വീടിന്റെ മുറ്റത്ത് വന്നിട്ട് ക്ലിപ്പിംഗ് ഇടുക. ഞാൻ ചോദിക്കണം, അല്ല ഹസനിമാര് സഖാഫി എന്ന് പറഞ്ഞാൽ സംസ്കാരമുള്ളവനാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ അതിലുള്ള ആരൊക്കെ ഉണ്ടോ? കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ച ഒരാളെ ഒറ്റൊരുത്തനെ ഇന്ന് വരെ കാണാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. എന്താ നിങ്ങള് കഥ, നിങ്ങളൊരവസ്ഥ? ഞാൻ നിങ്ങൾ ആലോചിച്ച് നോക്കി, തുവക്കാട് വന്നിട്ട് കാന്തപുരത്തിന്റെ വീട് ഇങ്ങനെ ഇടുക. ഇനിയിപ്പുള്ള ബേജാർ എന്താ അറിയ നിങ്ങള്? ഇവരെന്തൊക്കെ ചെയ്യുന്നറിയോ? അതുകൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് പൈസ ഇവിടെ ടൂർ പോയി, ആ സാധു കുടിക്കുന്ന ക്ലിപ്പിംഗ് എടുത്ത് ഈ കൗമ്. എനിക്ക് പേടി എന്താ പറയുക, കിടപ്പറയിലൊക്കെ ഭാര്യയായിട്ട് ബന്ധപ്പെടുമ്പോൾ നോക്കിക്കോളൂ, ഈ സക്കാബിമാർ ഒളിച്ചു തിരിക്കുന്നുണ്ടോ? വേറൊന്നിനെയല്ല ഫോട്ടെടുക്കാൻ. നിങ്ങളെടുത്ത് എങ്ങനെ ജീവിക്കും കൗമ്? നമ്മൾ ബേജാറാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും. ഞാനിങ്ങനെ വിചാരിക്കും, എന്റെ കേസറ്റിൽ പലതും വരെ ക്ലിപ്പിംഗ് ഇട്ടിട്ട് കേൾപ്പിക്കാറുണ്ട്. ഇനിയിപ്പോ നാളെ എന്തായിരിക്കും അറിയോ? നമ്മൾ പെണ്ണിന്റെ സൗന്ദര്യം നോക്കിയല്ല പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ക്ലിപ്പിംഗ്. മതം നോക്കിയാ കല്യാണം കഴിക്കേണ്ടത്, സൗന്ദര്യം ഒരു പ്രശ്നമല്ല എന്നേ നമ്മളെ പ്രസംഗത്തിലെ ക്ലിപ്പിംഗ് ഇങ്ങനെ ഇടും. എന്നിട്ടോ നമ്മളെ ഭാര്യ ഇങ്ങനെ പോകുന്ന ഒരു ക്ലിപ്പിംഗ് ഇടണ്ടോ, ഓള് സുന്ദരിയാ ചെങ്ങായി പറയുന്നുണ്ടോ? ഈ കൗമിന്റെ അടുത്ത് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. AP സുന്നികൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന കാലത്രയും നിങ്ങളൊക്കെ സ്വകാര്യ ജീവിതം കൂടി ശ്രദ്ധിച്ചോളി. ഞാൻ EK സുന്നികളും ബാക്കിയുള്ളവരും പറയാൻ, ഇവരെന്തും ചെയ്തു കളയും, ഇവരെന്തും ചെയ്തു കളയും. അതുകൊണ്ട് കട്ടിലെ ചോട്ടിലൊക്കെ വല്ല സക്കാബിമാർ ഒളിച്ചിരിക്കുന്നോ നോക്കിയിട്ട് മതി അവിടെ അള്ളാഹ് അനുവദിച്ച സംഗതി പോലും. അത്ര വല്ലാത്തൊരു കൗമെന്നല്ല നിങ്ങള്. ഞാൻ നിങ്ങളോട് പറയാം ഒരു കാര്യം, ഞാൻ ഇവിടുത്തെ സുന്നി കാരണവന്മാരോട്, നിങ്ങൾ ഇവരൊന്ന് ചങ്ങല കിട്ടരോ, വെള്ളവും പറ്റും ഞങ്ങൾ കൊടുത്തോളാം. മനുഷ്യന്റെ ഇസ്ലാം പറഞ്ഞ എന്താ? ഒരു ജനാലന്റെ ഉള്ളിൽ കൂടെ നോക്കിയോ എന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കാനായി ഇസ്ലാം പഠിപ്പിച്ചേ. നിങ്ങൾ മാനവികത പറയുന്നില്ലേ? നിങ്ങൾക്ക് മാനവികത പറയാൻ അവകാശം? മനുഷ്യന്റെ സ്വകാര്യ ജീവിതങ്ങളിലെ കൂടിയിട്ട് അവന്റെ സമാധാനവും ശാന്തിയും നഷ്ടപ്പെടുത്തി നിങ്ങൾക്കാണോ അതുകൊണ്ട് എല്ലാ ബോർഡും പടച്ചോനോർത്തിട്ട് നാണം. ഏത് ഈ കാസിമി പറഞ്ഞ ഊപ്പ് എന്നൊരു സാധനം ഉണ്ടല്ലോ, അത് ഉണ്ടെങ്കിൽ എല്ലാ ബോർഡും കൊണ്ടുപോയി കത്തിച്ചാളി. ഇത് ഞാൻ തുറന്നു പറയാൻ. ഇപ്പൊ ഞാൻ ഒന്നും വായിച്ചിട്ടില്ല, ഇഷ്ടംപോലെ ആധികാരിക തെളിവുകളുടെ ഒരു ഭണ്ഡാരമാണ് ഞങ്ങൾ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്. മാനവികത പറയും. അതുകൊണ്ട് വേഗം മീറ്റിംഗ് കൂടിക്കളാ, മനസ്സിലായി? അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോ, ഞങ്ങൾ കാന്തപുരം സുന്നികൾക്ക് മാനവികത ഉണ്ടാക്കാനായി യാത്ര, എന്നാ ഞങ്ങളും നിങ്ങളോടൊപ്പം സ്റ്റേജ് ഇടക്കിടക്ക് പാതി നമുക്ക് തന്നാൽ ഞങ്ങൾക്ക് ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ഞങ്ങൾ പറയണമെന്ന് നിങ്ങൾ കേൾക്കി, അതെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കി അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കും, ഒരു മനുഷ്യൻ ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഓനെ തെറി വിളിക്കും. നമ്മുടെ സമ്പ്രദായം ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, മദ്ഹബിന്റെ ആളുകളല്ലേ നിങ്ങൾ കേട്ടോ, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി എന്നും ചീത്തറിയുന്ന ഒരു വിദ്വാൻ പച്ചത്തെറി പറയും. അപ്പൊ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ പോവും, പിന്നാലെ ചെന്നിട്ട് വൻ തെറി. വീടിന്റെ അടുത്തെത്തിയ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ നിന്ന് തിരിഞ്ഞിട്ട് പറയും, ഞാൻ എന്റെ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ എന്റെ തൊള്ളയിൽ വന്ന തെറി പറയാൻ എനിക്ക് കഴിയൂല, അതുകൊണ്ട് ഇന്ന തെറി പറഞ്ഞാൽ തീർക്ക്, എന്നിട്ട് എനിക്ക് ഇങ്ങോട്ട് പോകണം. ഇത് ഇമാം അബൂ ഹനീഫ. ഞങ്ങളും ശീലിച്ച്, ഞങ്ങൾ മദ്ഹബിന്റെ ഇമാമിങ്ങളെ കുറിച്ച് തൊള്ള തൊടാതെ പറയല്ല, മദ്ഹബിന്റെ ഇമാമിങ്ങളെ നെഞ്ചിലേറ്റിയവരാ ഞങ്ങൾ, സ്വഹാബത്തിനെ നെഞ്ചിലേറ്റിയവരാ. അതുകൊണ്ട് ചോദിക്ക്, പള്ളി ദർസിലെ കുട്ടികളോട് ഇന്ന് വരെ മുജാഹിദ് ബാലുശ്ശേരി പ്രതിഷേധിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ ചിരിക്കാതിരുന്നിട്ടുണ്ടോ? ഇന്ന് വരെ സലാം പറയാതിരുന്നിട്ടുണ്ടോ? ചോദിച്ചു നോക്ക്. അത് ഞങ്ങൾക്ക് ദീന് തന്നതാ, അള്ള തന്നതാ, റസൂല് തന്നതാ. കാരണം വഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നല്ലത് പറ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പള്ളി ദർസിൽ എന്താ പഠിക്കണത്? പള്ളി ദർസിൽ എന്താ പഠിക്കണതെന്ന് എല്ലാവർക്കും അറിയാം. അതിന്റെ നാവുകൊണ്ട് നിങ്ങൾ പിന്നെ പറയിപ്പിച്ചാൽ മതി, ഇപ്പം ഞാൻ പറയില്ല. പക്ഷേ കുറച്ചൊക്കെ ഒരു 5% സംസ്കാരമുള്ള മനുഷ്യന്റെ കൂട്ടത്തിലെ മെമ്പർ ആകാം നിങ്ങൾക്ക് ഒരു നിമിഷത്തിലെങ്കിലും ജീവിതത്തിൽ. ഇത് വെറുതെ പറയല്ല. ഞങ്ങളൊരു വാദപരിവാദത്തിന് കരാർ ചെയ്താൽ നിന്നൊരു തറാവിയായിട്ട്. അപ്പൊ അവിടെ ഞങ്ങളിങ്ങനെ കസേര ഒരുക്കിക്കൊന്നെടുക്കാനൊരു പിന്നെ അബ്ദുറഹ്മാൻ സലഫിയുടെ തലക്ക് അവിടെ നിന്ന് ഒരു കസേര എടുത്തപ്പോ ഇങ്ങനെ തട്ടി. അപ്പൊ തന്നെ മമ്പാട്ടുകാരനൊരു സക്കാഫില്ലേ, ഒന്നാവ് അനക്കല് തോന്നിയ ദിവസം പറയാനാ, അംദും സലാത്തും കഴിഞ്ഞാൽ പിന്നെ തെരിപ്പൂരായിരിക്കും. അങ്ങനെ ഒരു സക്കാഫി ഉണ്ടല്ലോ, ആ സക്കാഫി അപ്പൊ തന്നെ പറയാൻ, ഇപ്പൊ തന്നെ കസേരേറ് തുടങ്ങിയില്ലേ വഹാബികൾ തമ്മില്. എങ്ങനെയുണ്ട്?
എന്താണ് ഞാൻ വിചാരിക്കണം, എന്റെ റബ്ബേ, സഖാഫി എന്ന സ്ഥാപനത്തിന് നിങ്ങൾ പേരിട്ടത് ഏതൊരു നിമിഷത്തിലായിരിക്കും. സംസ്കാരമുള്ളവനാടോ ആ പദത്തിന്റെ അർത്ഥോ? അത് ഉണ്ടാവണം. അറ്റ്ലീസ്റ്റ് മനുഷ്യരോടൊക്കെ അത് ഉണ്ടാവണ്ടേ? എന്താ പോരെ AP സുന്നിക്ക് മുജാഹിദിനും? ഇനി നിങ്ങൾ നോക്ക്, മുജാഹിദികൾ പിഴച്ചവരും അവർക്ക് തിന്മണ്ടെങ്കിൽ അവന് നല്ലോണം കയ്യെടുത്ത് നല്ലൊരു സൗഹൃദം ഉണ്ടാക്കി സ്നേഹത്തോടുകൂടി അവനെ വിളിച്ച് ഉപദേശിക്കാൻ ഒരു അവസരം ഉണ്ടാക്കിയല്ലേ പരലോക ബോധമുള്ളവൻ ചെയ്യല് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ശത്രു മരിക്കാൻ കിടക്കുമ്പോ ഓടിച്ചെന്ന പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ പോലെ തൗഹീദ് സ്വീകരിക്കുമോനെ എന്ന് ജൂതക്കുട്ടിയോട് പറഞ്ഞ പാരമ്പര്യം, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സ്നേഹം ഏത് പിഴച്ചവരോടും സൗഹൃദം പുലർത്താൻ അല്ലാഹുവിന്റെ റസൂല് കാണിച്ച വഴി, അതെവിടെ മാനവികത ഉണർത്തുന്ന ഉസ്താദുമാരെ നിങ്ങൾക്ക് എവിടെ? തൂവക്കാട് ഈ പ്രസംഗം നിങ്ങൾ മറക്കരുത്. മറുപടി പറയിക്കാൻ കൊണ്ടുവരുമ്പോ ഞാൻ ഈ പറഞ്ഞ പോയിന്റിന് ദേശന്റെ മോനെ എന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് ആയത്തുണ്ട്, ഹദീസുണ്ട്, നിങ്ങളൊന്ന് പറയും. മനസ്സിലായോ? നല്ല സൗഹൃദം എല്ലാവർക്കും നല്ലതാ അല്ലേ? നല്ല സൗഹൃദം എല്ലാവർക്കും നല്ലതല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? ജൂതനായ മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞത് എന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നാട് വിട്ടു പോകാൻ ശ്രമിച്ചു. ആ സമയത്ത് എന്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ജൂതൻ പറഞ്ഞത്? പോകല്ലേ അബൂബക്കറെ, നല്ലൊരു മനുഷ്യനാണ് അബൂബക്കറെ, പെരുമാറാൻ അറിയുന്ന ആളാ അബൂബക്കറെ, നിങ്ങളെപ്പോലെ നല്ല മനുഷ്യര് പോയാൽ ഈ നാട് കുട്ടിച്ചോറാകും അബൂബക്കറെ. ഒരു ജൂതൻ പറയാൻ ഇങ്ങനെ ആവണ്ടേ മുസ്ലിം? ഇങ്ങനെ ആവണ്ടേ മുസ്ലിം? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ ഈ ഇതൊക്കെ ഇത്രയുള്ള കുട്ടി, ചെറിയ ചെറിയ പ്രായമുള്ള കുട്ടികളാണ് പള്ളി ദർസിലുള്ളത്. പള്ളി ദർസ് പഠിപ്പിക്കുന്ന 3 ഉസ്താദുമാർ എന്നോട് ഇതുപോലെ പെരുമാറിയാലോ? അതുകൊണ്ടായി നിങ്ങൾ ആലോചിച്ചോ, കുട്ടികൾ കാത്തു നിൽക്കുകയാണ്. എവിടെ? ഒറ്റ റോഡേ ഉള്ളൂ അങ്ങോട്ട് ചെല്ലൂരിലേക്ക്. ആ പ്രവേശന കവാടത്തിൽ ഇന്നെ ചീത്ത വിളിക്കാൻ ആലോചിക്കണം നിങ്ങൾ. അവരെ ഇനി നമ്മളോ മുജാഹിദുകളെ ചിന്തിച്ചു, നമ്മളൊരു തെറിയൊരുത്തനെ കൊണ്ട് പറഞ്ഞാൽ ഈ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങുമെന്ന് നിങ്ങൾ പറയൂലേ, പ്രസംഗമൊക്കെ നന്നായിരുന്നു, പക്ഷെ നിങ്ങളെ പറഞ്ഞത് ശരിയായില്ല. പക്ഷെ ഇവരുടെ കൂട്ടത്തിൽ പരസ്പരം തിരുത്താൻ ആരുമില്ല. നേതാവിനെ തിരുത്തുന്ന അനുയായില്ല, അനുയായിയെ തിരുത്തുന്ന നേതാവില്ല. ഖുർആനും സുന്നത്തിനെതിരെ ഞങ്ങൾ ചെയ്ത എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അമീർമാര്. ഇസ്ലാമിന്റെ സ്വഹാബത്ത് പറഞ്ഞു വാളുകൊണ്ടാ തിരുത്താൻ. ഇവിടെ തിരുത്താൻ ആളില്ല. ഏത് കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഉസ്താദ്മാരെ മക്കളെ, സത്യത്തിൽ ആദർശ വിരോധികളോട് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനതല്ല കുട്ടികളെ എന്ന് പറഞ്ഞു കൊടുക്കാൻ. അലൈസ മിൻകും റജുലുർ റഷീദ്. ഞാൻ ആയത്തിനെ ഉദ്ധരിക്കട്ടെ. അലൈസ മിൻകും, ഒരു മാന്യനായ ഒരൊറ്റ മനുഷ്യനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പെറുക്കി ഞങ്ങൾ AP സുന്നിലുണ്ടോന്നാണ് എന്റെ ചോദ്യം. അലൈസ മിൻകും റജുലുർ റഷീദ്, വിവേകിയായ ബുദ്ധിയുള്ള നിങ്ങൾക്ക് മാർഗദർശനം നൽകാൻ പറ്റിയ ഒരു പക്വമതി നിങ്ങളെ കൂട്ടത്തിൽ, പണ്ഡിതന്മാരുടെ കൂട്ടത്തിലില്ല, പൊതുജനങ്ങൾക്ക് ഉണ്ടോന്നാണ് ചോദിക്കുന്നത്. അതെന്താ? ഞാൻ ചേലൂർ കൂടെ പോകുമ്പോ എത്രയോ AP സുന്നികൾ അവിടെ കുത്തിരിക്കുന്നുണ്ട്. നാടൻ മനുഷ്യന്മാര് ഓലൊന്നും സലാ പറഞ്ഞാൽ മടക്കൂ, ചിരിക്കും. ഇവർക്ക് എന്ത് പറ്റി എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഈ മാതൃക കാണിക്കേണ്ടവരെവിടെ? അവരെവിടെ? കാന ഖുൽഖുഹു വൽ ഖുർആൻ, നബിയുടെ സ്വഭാവം ഖുർആനാണെന്നല്ലേ? തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ചാൽ, ഞാൻ ചിരിക്കുമ്പോ അവരൊന്ന് ചിരിച്ചാൽ, നല്ലൊരു സൗഹൃദം ഉണ്ടാക്കിയാൽ, നിങ്ങൾ ഞങ്ങളെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ബാലുശ്ശേരി, അതെന്താ? എന്തൊരു സുഖമുണ്ട്. ഞങ്ങളെ ഉസ്താദുമാര് ക്ലിപ്പിംഗ് ഇട്ട് കളിപ്പിച്ച ദേശീയ ഞങ്ങളോട്, എന്നാലും നിങ്ങൾ പറയും എന്താ ബാലുശ്ശേരി പറഞ്ഞു, എന്തൊരു സുഖമുണ്ട്. ആ പള്ളീന്റെ അടുത്തൂടെ പോകുമ്പോ ഒന്ന് വിളിച്ച് ഒന്ന് സലാം എടുക്കും. എന്താ അതിന്റെ ഒരു സൗകര്യം? മനുഷ്യർ തമ്മിൽ ഷെയർ ചെയ്യുന്ന അല്ലേ? നമ്മൾ എത്ര ആളുകളുമായി സൗഹൃദം പങ്കുവെക്കുന്നു. ഏറ്റവും ചുരുങ്ങിയത് നിരീശ്വരവാദികളെ ആഴ്ചക്കാഴ്ചക്ക് മർക്കസുദ്ദവേൽ വിളിച്ചിരുത്തി ഓൽ കൊടുക്കുന്ന ചോറും ചായയും തന്നിട്ടില്ലെങ്കിലും ഒന്ന് ചിരിച്ചൂടെ ഞങ്ങൾക്ക്? അത്രയെങ്കിലും. ഏത് നിരീശ്വരവാദികളെ കൊണ്ടുവന്ന് ഏറ്റവും കൂടുതൽ ചോറെടുക്കുന്ന സ്ഥാപനം ഏതാ? ഫാസിസ്റ്റുകളെ കൊണ്ടുവന്ന് ഏറ്റവും കൂടുതൽ ചോറെടുത്ത സ്ഥാപനം ഏതാ? ഫാസിസ്റ്റുകൾക്ക് ഗംഭീര കൈമടക്ക് കൊടുത്ത സ്ഥാപനം ഏതാ? അതല്ലേ മർക്കസ് സഖാഫത്ത് സുന്നിയ. രേഖ വേണോ? തെളിയിക്കണോ? കോടികൾ കൊടുത്ത എണ്ണം പറയണോ? ഞങ്ങളെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കരുത്. അതുകൊണ്ട് മാനവികത ഉണർത്തുന്ന ഈ യാത്രയിൽ മുജാഹിദുകളെ തീവ്രവാദികളാക്കി ചിത്രീകരിക്കുകയാണെങ്കിൽ ഞങ്ങളെടുക്കും ഓമച്ചപ്പുയുടെ പുസ്തകം, ഞങ്ങളെടുക്കും CM വലിയുല്ലാഹിയുടെ പുസ്തകം. നിങ്ങൾക്ക് അമുസ്ലിങ്ങളോട് പോലുള്ള സമീപനം എന്തായിരുന്നു തെളിയിക്കുന്ന ആധികാരിക രേഖകൾ. BJPയുടെ 6 പ്രവർത്തകരെ നിങ്ങൾ കൊന്നത്, മുജാഹിദുകളെ നിങ്ങൾ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചത്, പല സ്ഥലങ്ങളിലും EK സുന്നികളിൽ പലരെയും നിങ്ങൾ കൊന്നത്, അങ്ങനെ നിങ്ങൾ ചെയ്തു കൂട്ടിയ ഭീകര താണ്ഡവത്തിന്റെ ചിത്രങ്ങൾ ഈ കവലകളിൽ ഞങ്ങൾ വിളിച്ചു പറയും. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തുനിന്ന് ഒരു സഫാസിനെ, ഒരു തടിയന്റെ വട നസീറിനെ, ഒരു മാഴുതനിയെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല.
കാരണം കുഞ്ഞുനാളിലെ ഞങ്ങൾ കൊടുത്ത മാനവിക ബോധത്തിന്റെ ഉന്നത ലോകത്ത് ജീവിച്ച ഞങ്ങളുടെ മക്കൾ, പെരുമാറാനറിയുന്ന ഞങ്ങളുടെ മക്കൾ, ആ മക്കൾ ചെയ്യില്ല. ആ മക്കളെ കുറിച്ച് ആര് പറഞ്ഞാലും അവൻ പാപിയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരുത്തനെ ഭീകരവാദിയോ തീവ്രവാദിയോ ആയി ചിത്രീകരിക്കുകയോ അവനതിന് ബന്ധമുണ്ട് എന്ന വിദൂര സാധ്യതയോ മനസ്സിൽ വെച്ച് പുലർത്തുന്ന ഒരുത്തൻ ഒറ്റുകാരനായിരിക്കും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിത് ദീർഘിച്ച് സംസാരിക്കുന്നില്ല. 20-ാം തീയതി പുത്തനത്താടിയിൽ ഇതിന്റെ ബാക്കിയും വിശാലവുമായ ഒരു